സ്നേഹിക്കപ്പെടുന്ന സഹോദരി സഹോദരന്മാരെ, എല്ലാ വർഷവും പന്തലിൽ ഒരു പ്രസംഗം പതിവുള്ളതാണ്. നമ്മുടെ കർമ്മല മാതാവിനെ കുറിച്ച് കൂടുതൽ ഈ ലോകത്തോട് പറഞ്ഞു കൊടുക്കുവാനായിട്ട് വചന സന്ദേശത്തിലൂടെ നമുക്ക് പകർന്നു കൊടുക്കുവാനായി വന്നിരിക്കുന്നത് ജിതിൻ മൈക്കിൾ അച്ഛനാണ്. യേശുവിൽ ഏറെ സ്നേഹം നിറഞ്ഞ കോഴിമല ഇടവകക്കാരെ, 40ാമത് വർഷം ആഘോഷിക്കുന്ന നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിന് എല്ലാവിധ ഭാവുകങ്ങളും മംഗളങ്ങളും പ്രാർത്ഥനകളും ആദ്യമായി നേരുകയാണ്. ഏതൊരു പെരുന്നാളും ഏതൊരു തിരുനാൾ ആഘോഷവും തങ്ങൾക്ക് പരമ്പരയായി ലഭിച്ച വിശ്വാസത്തിൻ്റെയും ആ വിശ്വാസത്തിലൂടെ പകർന്നു നൽകപ്പെട്ട സ്നേഹത്തിൻ്റെയും ദൈവ കൃപയുടെയും ഒരു സാമൂഹിക ആഘോഷമാണ് എന്നുള്ള തിരിച്ചറിവിലാണ് നാം ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് പ്രത്യേകമായി നന്ദി പറയണം. ഈ 40 വർഷം നീണ്ടു നിൽക്കുന്ന വിശ്വാസ ജീവിതത്തിലൂടെ ക്രിസ്തു നമുക്ക് പകർന്നു നൽകിയ എല്ലാ സ്നേഹത്തിനും കൃപയ്ക്കും സമാധാനത്തിനും രോഗശാന്തിക്കും പാപമോചനത്തിനുമായി പ്രത്യേകം നന്ദി പറയുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരും വിധിക്കപ്പെട്ടിരിക്കുന്നവരുമാണ് നാം ഓരോരുത്തരും. വെറും 80-ൽ താഴെ കുടുംബങ്ങളുള്ള ഒരു ഇടവകയുടെ വിശ്വാസ പ്രഘോഷണം എന്നെ തീക്ഷ്ണമതിയാക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളെ പ്രതി ദൈവത്തിന് നന്ദി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എത്രയോ മുൻപേ ദേവാലയത്തിൽ വന്ന് എത്രയോ സ്നേഹത്തോടും കരുതലോടും കൂടി നിങ്ങളുടെ പിതാവിനെ നിങ്ങൾ സ്വീകരിച്ച് വിശുദ്ധ ബലിയിൽ പങ്കുചേർന്ന് നിങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രഘോഷണമായ ഈ വലിയ വിശ്വാസ പ്രഘോഷണത്തിൽ പങ്കുചേർന്ന് ഇവിടം വരെ എത്തി ഇന്ന് വചനം ശ്രമിക്കുവാൻ നിങ്ങൾ കാത്തു നിൽക്കുകയാണ്. ഒരു ഇടവകയായി നിന്നുകൊണ്ട് സ്നേഹത്തിൽ വളർന്ന് സ്നേഹത്തിൽ ജീവിച്ച് ആ സ്നേഹം പങ്കുവെക്കുവാൻ നിങ്ങൾ തയ്യാറായിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയണം. ഇന്നത്തെ വിചിന്തനത്തിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് സക്കേബൂസിന്റെ മാനസാന്തരമാണ്. വചനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: യേശു ആരെന്ന് അറിയുവാൻ സക്കേബൂസ് ആഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. റോമൻ സാമ്രാജ്യത്തിലെ വളരെ പ്രശസ്തനായ ഒരു ഉദ്യോഗസ്ഥൻ, ആവശ്യത്തിലേറെ പണമുള്ളവൻ, അവൻ ധനികനായിരുന്നുവെന്ന് വചനം തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നിട്ടും അവൻ ക്രിസ്തു ആരെന്ന് അറിയുവാൻ ആഗ്രഹിച്ചു എന്നാ പറയുക. പ്രിയപ്പെട്ടവരെ, എങ്ങനെ അവൻ ക്രിസ്തുവിനെ പറ്റി കേട്ടു എന്നുള്ളതാ എനിക്കിന്ന് നിങ്ങളോട് പറയുവാനുള്ളത്. രോഗശാന്തിയും ക്രിസ്തുവിന്റെ സമാധാനവും അനുഭവിച്ച ഒരു ജനത ക്രിസ്തുവിന്റെ ഒപ്പം നടന്നു നീങ്ങുന്നത് കാണുകയും അവരിലൂടെ അവനെ കേൾക്കുകയും ചെയ്തത് വഴിയാ സക്കേബൂസിന് ക്രിസ്തു ആരെന്ന് അറിയണമെന്ന ആഗ്രഹമുണ്ടായത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഈ വിശ്വാസ പ്രഘോഷണം വേറൊരു സക്കേബൂസിന് ക്രിസ്തു ആരെന്ന് തിരിച്ചറിയുവാനുള്ള, ക്രിസ്തു ആരെന്ന് ആഗ്രഹിക്കുവാനുള്ള ഒരു മനസ്സുണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിലേ 40 വർഷത്തെ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിന് യഥാർത്ഥ ഫലമുള്ളൂ എന്ന് സക്കേബൂസിന്റെ കഥയിലൂടെ വചനം നമ്മളോട് പറഞ്ഞു വെക്കുകയാണ്. സക്കേബൂസ് ക്രിസ്തുവിനെ കാണാൻ ശ്രമിക്കുന്നത് മറ്റുള്ളവരിലൂടെ പറഞ്ഞു കേട്ടിട്ടാണ്. അവൻ ക്രിസ്തുവിനെ കാണുവാൻ വരുമ്പോൾ അവൻ തിരിച്ചറിയുക അവനൊരു കുറവുണ്ട് എന്ന്. പൊക്കമില്ലായ്മയാണ് അവന്റെ കുറവ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൽ നിന്ന് അകന്നുപോയവരും ക്രിസ്തുവിനെ അനുഭവിക്കാത്തവരും ക്രിസ്തുവിനെ തിരിച്ചറിയുമ്പോൾ ആദ്യമായി നടക്കുന്നത് അവരുടെ പൊക്കമില്ലായ്മയെ പറ്റി അവർ തിരിച്ചറിയുകയാണ്. എങ്ങനെയാ ഈ പൊക്കമില്ലായ്മയെ പറ്റി തിരിച്ചറിയുന്നത്? ആ പൊക്കമില്ലായ്മയെ പറ്റി തിരിച്ചറിയുന്നത് പൊക്കമുള്ള ഒരു സമൂഹത്തെ കാണുന്നത് വഴിയാണ്.